النبي صلوا عليه صلوات الله عليه النبي صلوا عليه صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه. കാന്തപുരം കേരളീയ മുസ്ലിം ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട നാമം. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിന്നിരുന്ന കേരളീയ മുസ്ലിങ്ങളെ ശക്തമായ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ മുഖ്യധാരയിലെത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്, പതിനായിരക്കണക്കിന് അനാഥകളെയും അഗതികളെയും ഏറ്റെടുത്ത കാരുണ്യ നായകൻ, പഴഞ്ചനാണെന്ന് ആരോപിക്കപ്പെട്ട അഹ്ലുസുന്നയുടെ ആദർശങ്ങൾ അജയ്യവും കാലിക പ്രസക്തവുമാണെന്ന് തെളിയിച്ച ക്രാന്തദർശി, ലക്ഷക്കണക്കിന് അനുയായിവൃത്തത്തിന്റെ ധീരനായകൻ, ആ മഹാനായകന്റെ പതിറ്റാണ്ടുകൾ നീളുന്ന തേരോട്ടങ്ങൾക്കിടയിൽ മല പോലെ വന്ന പ്രതിസന്ധികൾ മഞ്ഞുപോലെ ഉരുകിപ്പോകുകയായിരുന്നു. എതിർപ്പിന്റെ കൂരമ്പുകൾ ഏത് ഇരുട്ടിന്റെ ശക്തികൾ മുഴുവനും മാളത്തിലൊളിക്കുകയായിരുന്നു. കാന്തപുരത്തെ പരിഹസിക്കുകയും ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന സമുദായത്തിലെയും രാഷ്ട്രീയത്തിലെയും തലമൂത്തവരെന്ന് പറയപ്പെടുന്നവർ വരെ ഇപ്പോൾ ആ മഹാനേതാവിന്റെ മുമ്പിൽ മാപ്പപേക്ഷയുടെ അർത്ഥത്തിൽ തലകുനിക്കുന്നത് കേരളീയ സമൂഹം കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രത്യേക അവസരത്തിൽ ഇതാ ഇവിടെ ഒരു ഓലപ്പാമ്പ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പണ്ഡിത തേജസ്വിയായ കാന്തപുരത്തിന്റെ പ്രഭാവലയത്തിൽ സാക്ഷാൽ കാസിമിയുടെ വില കുറഞ്ഞ തെറികൾ ഒന്നുമല്ലാതാകുന്നത് നിങ്ങൾക്കിവിടെ ദർശിക്കാം. ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണ്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഏപി വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. നിങ്ങൾ തെക്കുബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, വാക്യം വിവരിച്ചാണ്. കാരണം കാന്തപുരത്തെ നല്ല മനുഷ്യന്മാരാണ്. അവർ നല്ലോരാണ്. അവർ സമസ്തന്റെ ആളുകളാണ്. അവർ മുത്തഖീങ്ങൾ സാലിഹീങ്ങളാണ്. അത് നാട് ഞാൻ പറഞ്ഞില്ല. അയാൾക്ക് അയാൾ അനുയായികൾക്ക് ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കുക. അതെല്ലാവരും തിരിച്ചറിയുക. അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിന് അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹുവിന്റെ അടിസ്ഥാനം? എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേറെ പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തെസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തെസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നു. അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വാക്കാണ്. അത് ആൺകുട്ടികളെ വാക്കാ. ഇന്നിപ്പോൾ അവിടെയുള്ളത്. ഇന്ന് അവരവിടെയുള്ളത് നല്ലോണം മനസ്സിലാക്കണം, ചിന്തിക്കണം. അവരുമായി നമുക്കൊരു കൂട്ടുബന്ധവും വേണ്ട. അവര് ഉളുപ്പില്ലാത്ത കൗമാണ്. അവർക്ക് അല്ലാഹുവിന്റെ ദീനം സുന്നത്യമായത്തിൽ അവർക്ക് താല്പര്യമില്ല. അത് വേറൊരു കൗമാണ്. തെസ്കിയത്താണ് ദീന്. ലൈംഗിക ശുദ്ധി, സാമ്പത്തിക ശുദ്ധി, ഇതൊക്കെയാണ് ദീനെന്ന് പറയുന്നത്. ലൈംഗിക ശുദ്ധിയും സാമ്പത്തിക ശുദ്ധിയും ഇല്ലാത്ത ഒരു കൗമിന് എന്ത് ദീനാണ്? ഞാൻ പറയണം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും പ്രധാനമായുണ്ട് 2 ശുദ്ധിയാണ്. ഒന്ന് ലൈംഗിക ശുദ്ധി, ഒന്ന് സാമ്പത്തിക ശുദ്ധി. അതില്ലാത്ത മാജനത്തിൻ റാത്തു നബി എന്ന മുസ്തഫ നബി പറഞ്ഞു. അതൊക്കെ വാർത്താനാ, അതൊക്കെ വാക്കാ, തോന്നൽ വിളിച്ചു പറയല്ല. മാജനത്തിൻ റാത്തു നബി എന്ന മുസ്തഫ നബി പറഞ്ഞത്. അമ്പിയാക്കൾ വ്യഭിചരിച്ചില്ല എന്ന് മാത്രമല്ല, മാജനത്തിൻ റാത്തു നബി ഒരു നബിയുടെ ഭാര്യ പോലും വ്യഭിചരിച്ചിട്ടില്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ലൈംഗികാശുദ്ധമായ ഒരു ലൈംഗികാവയവത്തിലേക്ക് പ്രാപിക്കാൻ അല്ലാഹു അവർക്ക് ആ നിർഭാഗ്യം കൊടുത്തിട്ടില്ല. അവർ മാസൂമികളാണ്. അതിന്റെ മാനാണ് അബ്ബാസ് അലവി അൽ മാലിക്കി മക്ക. وعلى راسهم السيد عبد الرحمن
البخاري. ومن العجائب أن البخاري قلبه في كيرلا وجسمه في بخارى. ونهنئ أيضا الإمام الكبير والداعية الشيخ أبو بكر، والذي نطلق عليه الآن بأنه يكون قمر العلماء. الشيخ أبو بكر قمر العلماء. فنشكر الله الذي جمعنا بهذه الكوكبة من العلماء ومن طلاب العلم، ونرجو منكم أيها الإخوان أن تتمسكوا بالدين وتتمسكوا بشيخكم الشيخ أبو بكر، فإنكم لو طفتم الهند لم تتحصلوا على رجل مجاهد بالعلم مثل الشيخ أبو بكر. ونحن بهذه المناسبة نهلل تهليل അറബ് ലോകത്തെ എല്ലാ നാടുകളിൽ നിന്നും, വിശുദ്ധ മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ഒമാനിൽ നിന്ന്, യമനിൽ നിന്നും, അതേ രൂപത്തിൽ മഗ്രിബിൽ നിന്നും എല്ലാ നാടുകളിൽ നിന്നുമായി ഞങ്ങൾ വിദേശ പ്രതിനിധികൾ ഈ വലിയ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്, ഈ മഹത്തായ വിജ്ഞാനത്തിന്റെ ഉദ്യാനത്തിലെ നിങ്ങളുടെ ഈ സംഗമത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനും നിങ്ങളുടെ ഈ മഹത്തായ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്നതിനും വേണ്ടിയാണ്. അതോടൊപ്പം നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ്. ഏറ്റവും ഉന്നതരായ സാദാത്തുക്കളും നേതാക്കളും നിങ്ങൾക്കെപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല മാർഗങ്ങളിലൂടെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തിൽ ബഹുവന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ ഉണ്ട് എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെയും മറ്റ് സാദാത്തുക്കളെയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ യുഗത്തിന്റെ വെളിച്ചവും മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷയും അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കൾക്കിടയിൽ ആഗോള അടിസ്ഥാനത്തിൽ പൂർണ്ണമായി കത്തിത്തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന പൂർണ്ണചന്ദ്രനായി പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഖ് അബൂബക്കർ അഹ്മദ് മുസ്ലിയാർ അവർകളുമാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഞങ്ങൾക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് ആ മഹാനായ വ്യക്തിത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുകയും അദ്ദേഹത്തിന്റെ വിശുദ്ധമായ സന്ദേശങ്ങൾ ജീവിതത്തിലുടനീളം നിങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ്. ഖമറുൽ ഉലമ, ഉലമാക്കളിലെ പൂർണ്ണചന്ദ്രൻ എന്ന ആ മഹത്തായ നാമം ഞങ്ങൾ അറബ് ലോകത്തെ പണ്ഡിതന്മാർ ഈ വേദിയിൽ നിങ്ങളെയൊക്കെ സാക്ഷികളാക്കി അദ്ദേഹത്തിന് സമ്മാനിക്കുകയാണ്. അല്ലാഹു അയാളും പേറിയവനും മാറും. 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 പേറിയവനും മാറും. പേറിയവനും മാറും. കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ആദരണീയനായ ഇബ്രാഹിം കുഞ്ഞി MLA ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ ആദരണീയനായ ഇബ്രാഹിം കുഞ്ഞി MLA അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله والله أكبر. കമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന് മുൻ മന്ത്രി TH മുസ്തഫ ഉപഹാര സമർപ്പണം നടത്തുന്നു. യൂസുഫ് അലി സാഹിബ് MA ഗ്രൂപ്പ്.
വലിയൊരു പ്രസ്ഥാനമായി മാറുകയും ആ പ്രസ്ഥാനം ലോകമെമ്പാടും എത്തിക്കുകയും അവശരെയും അശരണരെയും നിരാലംബരെയും ജീവിക്കാൻ വഴിയില്ലാത്തവരെയും ഉയർത്തി എഴുന്നേൽപ്പിച്ച് പഠിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് വ്യക്തികളായി മാറ്റുകയും ചെയ്ത വലിയൊരു പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട െമ്പാടും പോയി മുസ്ലിം സമൂഹത്തിൽ പോയി മർക്കത്ത് സഖാഫത്ത് സുന്നിയുടെ കാര്യങ്ങൾ വിളിച്ചോതി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ടുവന്ന് ഇവിടെ സൗധങ്ങൾ, ഇവിടെ വലിയ വലിയ കോളേജുകളും സ്കൂളുകളും പടുത്തുയർത്തി ഈ സമുദായത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം എത്ര അഭിനന്ദനത്തിനും എന്തോരം അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അതൊരു വർദ്ധന, അത് ആൺകുട്ടികളെ